മറ്റു വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്കെതിരെ വീണ്ടും രാഹുൽ ഈശ്വർ യുവതിയെ അതിജീവിതയെന്ന് വിളിക്കുന്നത് തെറ്റാണെന്നും കോടതി പോലും അതിജീവിതയെന്ന് പരാമർശിക്കുന്നില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. വ്യാജ അതിജീവിതയെന്ന് അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി യുവതി പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ ഈശ്വറും പോലീസ് മേധാവിക്ക് പരാതി കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ പേരുവിവരങ്ങൾ, അതായത് അവരെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഒപ്പം അധിക്ഷേപം നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കഴിഞ്ഞ വർഷം നവംബർ 30-ന് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് 16 ദിവസത്തോളം റിമാൻഡിൽ കഴിയുകയും അദ്ദേഹം ചെയ്തു. അതിനുശേഷം ജാമ്യം ലഭിച്ചത് കർശന ഉപാധികളോട് കൂടിയായിരുന്നു. അതായത് ഈ ഒരു അതിജീവിതയെക്കുറിച്ച് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല, അനാവശ്യമായ പരാമർശങ്ങളടക്കം നടത്താൻ പാടില്ല എന്നടക്കമുള്ള ഉപാധികളോട് കൂടിയായിരുന്നു ഈ ഒരു ജാമ്യമടക്കം ലഭിച്ചത്. പക്ഷേ ഈ ഒരു ജാമ്യ ഉപാധികളുടെ നഗ്നമായ ലംഘനമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിജീവിത ഈ ഒരു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് പരാതി നൽകിയത്. അതായത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, ഒപ്പം തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. ഇത് ജാമ്യവ്യവസ്ഥയുടെ ഈ ഒരു നഗ്നമായ ലംഘനമാണ് എന്നായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് രാഹുൽ ഈശ്വർ ഈ ഒരു അതിജീവിതക്കെതിരെ വ്യാജ പരാതി നൽകി, അതായത് അതിജീവിത തനിക്കെതിരെ വ്യാജ പരാതി നൽകി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു കോടതിയുടെ കണ്ടെത്തലടക്കം വളരെ സുപ്രധാനമെന്നാണ് രാഹുൽ ഈശ്വർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് അതിജീവിത എന്നൊരു പേര് പോലും അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു നിയമതടസ്സമുണ്ട്. കാരണം പരാതിക്കാരി മാത്രമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ വ്യവസ്ഥയിലടക്കം കൃത്യമായി, അതായത് ജാമ്യാപേക്ഷയുടെ വിധിപ്പകർപ്പിലടക്കം കൃത്യമായി പരാമർശിക്കുന്നുണ്ടെന്നാണ് രാഹുൽ ഈശ്വർ പരാമർശിച്ചത്. ഒപ്പം തന്നെ ഇതൊരു ഫെമിനിസ്റ്റ് ലോബിയുടെ കാര്യങ്ങൾക്കെതിരെ താൻ ഉയർത്തുന്ന ശബ്ദത്തെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം കൂടിയാണ് ഇത്തരത്തിൽ നടക്കുന്നത് എന്നായിരുന്നു രാഹുൽ ഈശ്വർ ഇന്ന് പ്രതികരിച്ചത്. എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ സാമൂഹിക മാധ്യമങ്ങളിലടക്കം അവർക്ക് സൈബർ വിമർശനങ്ങളെ നേരിടാൻ പേടിയുള്ളതുകൊണ്ട് അത് നിശബ്ദമാക്കാനുള്ള ഒരു തന്ത്രമാണ്. അതിജീവിത എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതിജീവിത എന്ന വാക്കിന് അതിൻ്റെതായ ഒരു മൂല്യവും വിലയുമുണ്ട്. ആ വാക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ പരാതിക്കാരി. അതുകൊണ്ടാണ് അവരെ വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നത്. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ രാഹുൽ ഈശ്വർ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും മാധ്യമങ്ങൾ വഴിയുള്ള അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിട്ടുനിന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ഭർത്താവ്, അതായത് തന്റെ ദാമ്പത്യ ജീവിതമടക്കം രാഹുൽ മാങ്കൂട്ടം തകർത്തു എന്നടക്കമുള്ള രീതിയിൽ പരാമർശം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു അതിജീവിതയുടെ ഭർത്താവ് രംഗത്ത് വന്നിരുന്നു. അവരെ പിന്തുണച്ചുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറും രംഗത്ത് വന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയിലാണ് ഇത്തരത്തിൽ തന്നെ അധിക്ഷേപിക്കുന്നത്, അതായത് ഒരു അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പങ്കുവച്ചു നടക്കുമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു പരാതി പോലും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്. ഇതിൽ ഈ ഒരു ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് ഇതിൽ കൃത്യമായ നിലപാടെടുക്കുക. അതിനൊപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യവും നിർണായകമാണ്. അത് വരും ദിവസങ്ങളിൽ തന്നെ പോലീസിന്റെ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ക്യാമറാമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.